ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സത്യമായി തീരുന്ന നിമിഷത്തിൽ നമ്മളത് പറഞ്ഞു പോയല്ലോ എന്ന് കരുതിക്കൊണ്ട് വിഷമിക്കാറുണ്ട്. ഈ കാര്യം പലതവണ ആവർത്തിക്കുന്നതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ. ജീവിതത്തിൽ എപ്പോഴെല്ലാം ഒരു പൈസ ബില്ല് നമ്മുടെ മുന്നിൽ വരുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് സാധാരണ എല്ലാ വീട്ടിലും വരുന്ന ബില്ലാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ കുറച്ച് കൂടുതൽ താമസിച്ചു, ഒരു ഫെസ്റ്റിവലായി, ഓണായി, വിഷുവായി, കാര്യങ്ങൾ വന്നു. എല്ലാവരും AC ഉള്ള റൂമിലാണെങ്കിൽ AC ഇട്ട് കിടന്നു, എല്ലാ ഫാനും എപ്പോഴും വർക്ക് ചെയ്തു, എല്ലായിടത്തും ലൈറ്റ് കത്തി. ആ മാസം കുറച്ച് ബില്ല് കൂടുതൽ വന്നു, നമ്മൾ സന്തോഷിച്ചതാണ്. പക്ഷെ ബില്ല് കാണുന്ന നിമിഷം അടുത്ത നിമിഷം എൻ്റെ ഭഗവാനേ ഇത് പ്രതീക്ഷിച്ചതാ. അതിനാ ബില്ലിനോടുള്ളതായിട്ടുള്ള നമ്മുടെ റെസ്പോൺസ്. ഒരു പൈസ കയ്യിൽ വന്നു, ഒരു EMI അടയ്ക്കേണ്ടതുണ്ട്, ഒരു അടവടയ്ക്കേണ്ടത്, ബാങ്കിൽ അടവടയ്ക്കേണ്ടതുണ്ടാവാം, അതല്ലെങ്കിൽ എമർജൻസി ഒരു കാര്യം വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവാം. കയ്യിലൊരു പൈസ വരുമ്പോഴത്തേക്കും കഴിഞ്ഞിരിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എത്ര രീതിയിൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് വരാറുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഓരോ പ്രാവശ്യവും ഇത്തരത്തിൽ ഒരു വാചകം നിങ്ങളുടെ വായിൽ നിന്ന് വരുമ്പോൾ യാതൊരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ സ്വയം അവനവനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ധനവും നമ്മളും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധത്തെ കിലോമീറ്ററോളം ദൂരത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, ഓരോ കാര്യത്തിനോടും നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള ഫീലിങ്സ്, അതാണ് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് എനർജീനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം. ബില്ല് അടയ്ക്കുന്ന സമയത്ത് ഒരു ബില്ല് അടയ്ക്കണം എന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സന്തോഷിച്ചതാണ്, ആഘോഷിച്ചതാണ്. ആഹാരം കഴിക്കാൻ വേണ്ടി കൊണ്ട് പൈസ കൊടുത്തൊരു സാധനം വാങ്ങേണ്ടി വരുമ്പോൾ എൻ്റെ പൈസ പോയല്ലോ എന്ന് വിചാരിക്കാറല്ലോ, കഴിക്കാനല്ലേ നമ്മൾ വാങ്ങുന്നത്, സന്തോഷിക്കല്ലേ. അതേ ആറ്റിറ്റ്യൂഡ് എല്ലാ കാര്യത്തിനോടും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ പൈസ കൊടുക്കുന്ന സമയത്ത് കയ്യിൽ ആ ബില്ലടയ്ക്കാനുള്ള പൈസ വന്നു കിട്ടിയല്ലോ, ഒരു പക്ഷേ എമൗണ്ട് ബില്ല് വന്ന വശം കയ്യിലില്ലെങ്കിൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, അറേഞ്ച് ചെയ്യാൻ എൻ്റെ കയ്യിൽ സമയത്ത് വന്നല്ലോ എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിൻ്റെ അതെനിക്ക് അടയ്ക്കാനുള്ള പൈസ കിട്ടിയല്ലോ, സമാധാനം. ഈ ഒരു മാസം EMI അടയ്ക്കേണ്ടതായിട്ടുള്ള പൈസ അടുത്ത് വരുമ്പോൾ, കയ്യിൽ പൈസ കിട്ടിക്കൊണ്ട് അടയ്ക്കേണ്ടി വരുമ്പോൾ വന്നതും അത് അതിനടച്ചല്ലോ എന്ന് വിചാരിക്കാതെ അടയ്ക്കാനുള്ള സമയത്ത് എനിക്ക് ആ പൈസ കിട്ടിയല്ലോ ഭഗവാനെ, താങ്ക് യു. ഒരു കാര്യം, നിങ്ങൾക്ക് എമർജൻസി ഒരു സാധനം വാങ്ങേണ്ടി വരികയാണ്, കയ്യിലൊരു എമൗണ്ട് വന്നിരിക്കുകയാണ്, ആ സമയത്ത് ആ പൈസ വന്നതും ഒരാവശ്യം വരുമ്പോൾ ഭഗവാനെ താങ്ക് യു, ഈ ഒരു ആവശ്യം വരുന്ന കണ്ടുകൊണ്ട് മുൻകൂട്ടി നീ എനിക്ക് തന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയ കാര്യം, ആ പൈസ അത് ഉപയോഗിക്കുകയാണ് അപ്പോഴും ഇപ്പോഴും ഒക്കെ. പക്ഷേ മനസ്സിനുള്ളതായിട്ടുള്ള ഫീലിംഗ് ഒന്ന് ഹൈലി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈലി നെഗറ്റീവാണ്. അപ്പം നമ്മുടെ മനസ്സുണ്ടായിരിക്കുന്ന കൊച്ചു കൊച്ചു സങ്കല്പധാര നമ്മളും ധനവും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധത്തെ വളരെ അകലത്തിലേക്കും അത് വളരെ അടുത്തേക്കും കൊണ്ടുവരും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു രൂപ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഭഗവാനോട് നന്ദി പറയുക. ഈ കാര്യത്തിന് വേണ്ടി ഈ സമയത്ത് എനിക്ക് ഈ ധനം തന്നല്ലോ ഭഗവാനെ, താങ്ക് യു. നമ്മുടെ മനസ്സ് ആ ഒരു താങ്ക്സിൻ്റെ പോസിറ്റീവ് എനർജി ജീവിതത്തിലേക്ക് സ്ഥിരമായിക്കൊണ്ട് ധനം പ്രവഹിച്ചു വരാനും ആ പ്രവാഹത്തിൻ്റെ ശക്തിയെ കൂട്ടാനും സഹായിക്കും. ഇന്ന് നിങ്ങൾക്ക് ഇത്തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ പോസിറ്റീവ് എനർജീനെ ഹൈലി പോസിറ്റീവ് ആക്കാൻ വേണ്ടിക്കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്. മന്ത്രം എന്നുള്ള വാക്ക് വരുന്നത് തന്നെ മന്ത്രണ എന്ന ശബ്ദത്തിൽ നിന്നാണ് വരുന്നത്. മന്ത്രണ എന്ന് വെച്ചാൽ ആവർത്തിച്ച് ഉച്ചരിക്കാനുള്ളത് എന്ന്. അപ്പോൾ ഒരു കാര്യം ആവർത്തിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മന്ത്രമായിട്ട് മാറുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു മന്ത്രം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സമ്പന്നനാണ്. ഇത് വളരെ പവർഫുള്ളായൊരു മന്ത്രമാണ്. അത് പ്രാക്ടീസ് ചെയ്തതായിട്ടുള്ള ഒരുപാട് പേര് അവരുടെ ലൈഫിൽ സാമ്പത്തിക പ്രയാസങ്ങൾ രക്ഷപ്പെട്ടതായിട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എന്നാലും നിങ്ങൾ കുറച്ചും കൂടെ വേറൊരു ഡിഫറൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആ വാക്കുകളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ടില്ല എങ്കിൽ ദ മോസ്റ്റ് പവർഫുൾ മന്ത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണെന്നുള്ളതായിട്ടുള്ള മന്ത്രം എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ഈസിയാണ്. 1946 വെനിസുല എന്നതായിരിക്കുന്ന ഒരു ലേഡി അവരുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യും. അവരുടെ വലിയ കടബാധ്യതയിൽ നിന്ന് അവർ സമ്പത്തിലേക്ക് മാറുന്ന, സമ്പന്നയായി മാറുന്ന ഒരു ലൈഫ് അവരുടെ ലൈഫിൽ വരികയും ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള മന്ത്രം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇത് തീർച്ചയായും സഹായിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്നത് പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു മുന്നേ ഞാൻ സ്ഥിരം പറയാറുള്ള ഒരു കാര്യം പറയുകയാണ്.
എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ നിമിഷത്തിൽ മാത്രം നമ്മുടെ മനസ്സിനെ പവർഫുള്ളാക്കി ശുദ്ധമാക്കി എല്ലാം ചെയ്തു, ബാക്കി ദിവസത്തിലെ ബാക്കി സമയം മുഴുവൻ ടെൻഷൻ അടിക്കാനും സങ്കടപ്പെടാനും വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വാക്കുകൾ വെറും വാക്കുകളായിരിക്കും. പോസിറ്റീവായിരിക്കുന്ന വാക്കാണ്, പക്ഷേ ഇമോഷൻസ് പോസിറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇമോഷനെ പോസിറ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ദിവസവും നല്ല കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതും തൻ്റെ കർമ്മത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതും നമ്മളത് അനിവാര്യമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരാളുടെ കുറ്റം നിങ്ങൾ കണ്ടിരിക്കുന്നു, അവരോട് പറഞ്ഞില്ല എങ്കിൽ അവർക്കതുകൊണ്ട് ആപത്തൊന്നും സംഭവിക്കില്ല എങ്കിൽ ആ സമയത്ത് അത് പറയാതെ പിന്നെ സ്നേഹത്തോടെ നല്ലൊരു മുഹൂർത്തം കിട്ടുന്ന സമയത്ത് നോക്കി ഇങ്ങനൊരു കാര്യം കൂടെ ചേർക്കുകയാണെങ്കിൽ നിനക്കത് ഏറ്റവും നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു തിരുത്ത് പറഞ്ഞു കൊടുത്തോളൂ. കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ്. ഒരാൾക്കും അവരുടെ തിരുത്ത് ഇഷ്ടമല്ല. നമ്മൾ ഇന്ന കാര്യം തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയുമ്പോൾ അവർ വിഷമിക്കാൻ നിൽക്കുകയുള്ളൂ. ദുഃഖം കൊടുത്തതിൻ്റെ കണക്ക് വേണ്ടല്ലോ. മറിച്ച് വേറൊരു സന്ദർഭത്തിൽ അതിനൊന്ന് മോൾഡ് ചെയ്ത് പറയുമ്പോൾ ഒരു പക്ഷേ അനിഷ്ടം വരുമായിരിക്കാം, എന്നാലും അതിന് ഡെപ്ത് കുറയും. തത്സമയം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് സുഖം കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് അനിവാര്യമാണ്. സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഏതൊരു നിമിഷം നിങ്ങൾക്ക് കിട്ടുന്നോ അവിടെ എല്ലാവർക്കും നിങ്ങൾ സന്തോഷം പകർന്നു കൊടുക്കാനായിട്ട് ഒരു വാക്കുകൊണ്ടോ ഒരു കർമ്മം കൊണ്ടോ ഒരു സേവനം കൊണ്ടോ ഏതൊക്കെ രീതികളിൽ സന്തോഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ സന്തോഷം കൊടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ കൊടുക്കുക എന്ന് വിചാരിക്കരുത്, അത് നമ്മൾ എടുക്കുകയാണ്. ഒരാളെ സഹായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് നമുക്ക് സമാധാനമാണ് കിട്ടുക, സന്തോഷമാണ് കിട്ടുക. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദുഃഖം കൊടുക്കാതിരിക്കുക, വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അവനവനെ ശപിക്കാതിരിക്കുക, മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക, നമുക്ക് സുഖം കൊടുക്കുക, മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുക, സുഖദായിയായി ജീവിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് തൻ്റെ ജീവിതത്തിൻ്റെ ഇതെൻ്റെ വ്രതമാണ് എന്ന് നിങ്ങൾ സ്വീകരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെത്താൻ പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങിയും ജീവിതത്തിലെ പുണ്യത്തിൻ്റെ കണക്കുണരും തോറും സൗഭാഗ്യം വളരെ വേഗത്തിൽ നമ്മളിലേക്ക് വരികയും ചെയ്യും. ഒരാൾ നല്ല കർമ്മത്തിൻ്റെ പാതയിൽ പോകാമെന്ന് വെച്ചാൽ അർത്ഥം അവർ ഈശ്വരനായിട്ട് അടുക്കുക എന്നാണ് അർത്ഥം. സ്വയം നമ്മളെ അറിയുമ്പോൾ, ഈശ്വരനെ അറിയുമ്പോൾ, നമ്മളും ഭഗവാനും തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധം വരുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം തന്നെത്താൻ വരാൻ തുടങ്ങും. ഈശ്വരൻ്റെ അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വണ്ടർഫുള്ളായിട്ടൊരു മാനിഫെസ്റ്റേഷനാണ് ഇന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ കാര്യം, ഈ മാജിക്കലായിരിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാണ്. ഇപ്പോൾ ആ സമൃദ്ധി എന്നിൽ പ്രകടമാകുന്നു. ഇതാണ് ആ വാചകം. ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാകുന്നു. ഇപ്പോൾ ആ സമൃദ്ധി എന്നിൽ പ്രകടമാകുന്നു. വാചകം ഇതാണ്. ഇത് ചെയ്യാവുന്നതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് രാവിലെയും വൈകുന്നേരവും 2 നേരവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പക്ഷേ ഏതൊരു കാര്യവും ഒരു സങ്കല്പം, ഒരു തോട്ട് നമ്മളിൽ വരുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും നമുക്ക് ഫിസിക്കൽ ചെയ്യാൻ കൂടി ഉണ്ടെങ്കിൽ അതിന് കുറേയും കൂടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള 2 കാര്യം അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, സൂക്ഷ്മമായിട്ട് മനസ്സും ശരീരവും ഒന്നിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഊർജത്തിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ കാര്യം ജസ്റ്റ് നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കാര്യം നടക്കും. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പ്രോസസ്സായിക്കൊണ്ട് നമ്മുടെ ശാരീരികമായിരിക്കുന്ന ആക്ടിവിറ്റി കൂടി അതിൻ്റെ കൂടെ ഇൻവോൾവ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. അത് പറയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾ എപ്പോഴാണോ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പോയിട്ട് ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനുമായിട്ടുള്ള ക്ലോസ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് ശേഷമാണ് നിങ്ങൾ ഈ വാക്കുകൾ പറയുന്നതെങ്കിൽ ഈ വാക്കുകൾക്ക് 100 മടങ്ങ് പവർ ആവും. കാരണം ഞാൻ ഈശ്വരൻ്റെയാണെന്നും ഈശ്വരൻ എൻ്റെയാണെന്നും ഭഗവാൻ എൻ്റെയാണ്, ഞാൻ ഭഗവാന്റെയാണ് എന്ന ഒരു ഫീലിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്കുകളുടെ, ഈ മന്ത്രത്തിൻ്റെ ശക്തി 10 മടങ്ങായിരിക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാര്യം പറഞ്ഞുതരാൻ പോവുകയാണ്. ഞാൻ അവർ ചെയ്ത് വായിച്ചു കേൾക്കാൻ, ഞാനിത് പ്രാക്ടീസായിട്ട് പലവട്ടം നമ്മൾ മാസ്റ്റർ സർവ്വശക്തിവാനാണ്, സമ്പന്നനാണെന്നുള്ള കാര്യം ചെയ്യും. എൻ്റെ ലൈഫിൽ വേണ്ടതായിട്ടുള്ള സമൃദ്ധി, എനിക്ക് ആവശ്യം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതും വളരെ നല്ലൊരു കാര്യമാണ്. അത് ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഒരു ഡിഫറെൻറ്റ് വേയിൽ കിട്ടി എനിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്.
ഇത് ചെയ്യുന്ന സമയത്ത് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേണം ചെയ്യാൻ. ആ മുറിയിൽ വേറെ ആരും ഇല്ലാത്ത രീതിയിൽ. മീൻസ് ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അവിടുത്തെ മറ്റു വൈബ്രേഷൻസിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ, മറ്റുള്ളവരെ തോട്ട് കൊണ്ട് നിങ്ങൾക്കൊരു ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ, ഇതൊക്കെ ആരോടും പറയാതെയും ആരും കാണാതെയും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. വീട്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത്, ഇനി സപ്പോസ് എനിക്ക് അങ്ങനൊരു സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യുന്ന ആരും കാണാത്ത നിമിഷങ്ങളെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തൽക്കാലം ആ ചെയ്യുന്ന സമയത്ത് മുറിയിൽ ആരെങ്കിലും ഉണ്ടാകും, ഉറപ്പാണ്, നിവൃത്തിയില്ല എങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം എന്നോട് ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നാലും ഇതൊരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ആദ്യം തന്നെ ഒരു പറ്റുമെങ്കിൽ ക്ലീൻ ആയിരിക്കുന്ന, കുളിച്ച് ശുദ്ധമായിരിക്കുന്ന നിമിഷം, രാവിലെ കുളിച്ച് വരുമ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നേക്കാൾ മുന്നാണ് ചെയ്യാൻ ഏറ്റവും നല്ലതായിട്ടുള്ള സമയം. കുളിച്ച് ശുദ്ധമായി വന്ന ശേഷം നമ്മുടെ 2 കൈകളെയും റിസീവിങ് മോഡിലേക്ക്, ഈ രീതിയിലേക്ക് നമ്മൾ പിടിക്കണം. ഇതിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച ശേഷം സങ്കല്പിക്കുക, ഈശ്വരൻ്റെ ഫുള്ളായിരിക്കുന്ന ഊർജം, ആ പ്രകാശം ഭഗവാൻ പരമജ്യോതിയായിരിക്കുന്ന പരമാത്മ തലയുടെ മേലെ വന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എല്ലാ സമൃദ്ധിയെയും പ്രവഹിപ്പിക്കുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം പറയാൻ, ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാകുന്നു. ആ സമൃദ്ധി ഇപ്പോൾ എന്നിൽ പ്രകടമാകുന്നു. ഇതാണ് വചനം പറയേണ്ടത്. ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാകുന്നു. ആ സമൃദ്ധി ഇപ്പോൾ എന്നിൽ പ്രകടമാകുന്നു എന്ന് പറയാം. നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹാർട്ട് എന്ന് വരുന്ന വാക്കായിരിക്കും അത്. അപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഇത് 3 തവണ ഫീൽ ചെയ്തുകൊണ്ട് പറയണം. ആവർത്തിച്ച് ശബ്ദങ്ങളല്ല പറയേണ്ടത്, ഇമോഷൻസോട് കൂടി കണ്ടുകൊണ്ട്. അൺലിമിറ്റഡ് ആയിരിക്കുന്ന സമൃദ്ധി, അത് ധനമാവട്ടെ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെങ്കിലും അത് പരമപ്രകാശമായ പരമാത്മാവിൽ നിന്ന് പ്രകാശമായിട്ട് ഒഴുകി വന്ന് നമ്മുടെ കൈകളിൽ നിറഞ്ഞ്, 2 കൈയിലും നിറച്ചൊരു സാധനം, നമ്മളിപ്പോൾ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ മണൽ വാരിയെടുത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യില്ലേ, അതുപോലെ ആ ഈശ്വരൻ്റെ പ്രകാശം വന്ന് നിറഞ്ഞുകൊണ്ട് കയ്യിൽ തീ കത്തും പോലെ പ്രകാശം അത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട്, അതിൻ്റെ ആ ഒരു എനർജിയുടെ മാസ് ഫീൽ ചെയ്യൂ നിങ്ങൾ. ആ ഊർജ്ജം നിറയുന്നതായിട്ട് ആനന്ദം അനുഭവിച്ച് 3 പ്രാവശ്യം പറഞ്ഞ ശേഷം കൈകളെ താഴ്ത്തി, കൈകളെ നിങ്ങൾ ഈ രീതിയിലോ അല്ലെങ്കിൽ കൈകളിൽ നിന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റിൽ നിന്നുകൊണ്ട് ആ പ്രകാശം നിറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ആ മുറി മുഴുവൻ ആ പ്രകാശം നിറയുകയാണ്. അതോടുകൂടി നിങ്ങൾക്ക് വേണ്ട ധനമാണെങ്കിൽ ധനം, ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, എന്താണോ നിങ്ങളുടെ ഡ്രീം, അൺലിമിറ്റഡ് ആയിരിക്കുന്ന മണി അത് നിറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ മുറി മുഴുവൻ ഓൾമോസ്റ്റ് അത് വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ആ പ്രകാശം നിറയുന്നതിനൊപ്പം പോസിറ്റീവായിരിക്കുന്ന ധനം നിങ്ങളുടെ മുറിയിൽ വന്ന് നിറഞ്ഞു, പോസിറ്റീവ് എനർജി നിറഞ്ഞു, നിങ്ങളുടെ ഹാപ്പിനെസ് നിറഞ്ഞു. ഇതൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് 3 മിനിറ്റ് സമയം സൈലൻസിൽ നമ്മൾ നിൽക്കണം. അത് ഫീൽ ചെയ്തുകൊണ്ട് 3 മിനിറ്റ് സമയം പറയുന്നത് 3 പ്രാവശ്യം ഫീൽ ചെയ്ത് പറയുക. അത് കഴിഞ്ഞ ശേഷം 3 മിനിറ്റിൽ സൈലൻസിൽ എവിടെ നിൽക്കുക. അത് കഴിഞ്ഞ ശേഷം കൈകൂപ്പിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു, ഇത്രയും എൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കിയതിന് ഭഗവാനെ അങ്ങക്ക് ഒരുപാട് നന്ദി, എൻ്റെ ബാബ ഒരുപാട് നന്ദി, എൻ്റെ ഈശ്വര നിനക്ക് ഒരുപാട് നന്ദി, ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഫീലിംഗ് ഹാർട്ടിൽ വരുമ്പോൾ, ഹൃദയം നിറയുമ്പോൾ കണ്ണ് നിറയാറുണ്ട്. 2 പരസ്പര പൂരകങ്ങളല്ലേ. 2 സാധിക്കുമെങ്കിൽ നിങ്ങൾ കൈകൾ കൊണ്ട് കൂപ്പി നന്ദി പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ ആ തുള്ളി വെള്ളം ഇറ്റിയെങ്കിൽ അത് അമൃതെന്ന് വിചാരിച്ചോളൂ, അഥവാ ഭഗവാൻ സമർപ്പിച്ച മുത്താണെന്ന് വിചാരിച്ചോളൂ. ഈ രീതിയിൽ ആത്മാർത്ഥമായിട്ട് രാവിലെയും വൈകുന്നേരവും ചെയ്യാം. ഇത് നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോഴത്തേക്കും നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങും. പലർക്കും ആ സമയമാകുമ്പോഴേക്കും അവരുടെ ഡ്രീം കിട്ടിയേക്കാം. പക്ഷേ ഇത് 21 എന്ന് ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ജീവിതത്തിൽ സമൃദ്ധിയെ ആകർഷിക്കാൻ വേണ്ടിക്കൊണ്ട്, സന്തോഷത്തെ ആകർഷിക്കാൻ വേണ്ടിക്കൊണ്ട്, ഈശ്വരൻ്റെ സാമീപ്യത്തെ അനുഭവം ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, അലർട്ടായിക്കൊണ്ട് ഫിസിക്കലി ആൻഡ് ഇമോഷണലി അഥവാ സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി 2 ആക്ടിവിറ്റിയും ഒന്നിപ്പിച്ചുകൊണ്ട് ചെയ്യാവുന്ന സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആ സമൃദ്ധി വരും. നിങ്ങൾക്കെല്ലാ സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.